ട്രാവൽ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഇടാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്താണ് സത്യം പറഞ്ഞാൽ ഇടുന്നത്. ബിക്കോസ് ഞാൻ സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോസൊന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എടുത്ത വീഡിയോസ് യൂട്യൂബിൽ ഇടാൻ ആയിട്ടുള്ള രീതിയിലായിരുന്നില്ല എടുത്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഷോർട്ട് വീഡിയോസിനൊക്കെ പരുവത്തിനുള്ള വീഡിയോസാണ് ഷോർട്ടായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കാണ് വന്നത്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ അകത്ത് കയറി തൊഴുതു. അതും പെട്ടെന്ന് വന്ന് കയറി തൊഴുമായിരുന്നു. വാവച്ചി ഉറക്കമായിരുന്നുകൊണ്ട് അവളും ചേട്ടായി വണ്ടിയിലിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പുറത്ത് നിന്നൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വണ്ടിയിൽ കയറി. വണ്ടിയെ ഞങ്ങൾ വരുന്ന സമയത്ത്, അതായത് വടക്കുംനാഥനിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഏത് റൂട്ട് ഇനി തിരഞ്ഞെടുക്കണം എന്നുള്ളതായിരുന്നു. വാൽപ്പാറ വഴി പോകണോ അതോ പൊള്ളാച്ചി വഴി നേരെ പോകണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസിൽ ഒടുവിൽ നമ്മൾ വാൽപ്പാറ ട്രിപ്പ് പിന്നീട് ഒരു ദിവസത്തേക്ക് അവിടത്തേക്ക് മാത്രമായിട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ മാറ്റിയിട്ട് നേരെ പൊള്ളാച്ചി വഴി നേരെ പളനിക്ക് പോകാം എന്നുള്ള കാര്യം തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് വാവച്ചി ഉറക്കമായതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു. കാരണം ഇത്രയും ദിവസം വാവച്ചിയും കൊണ്ട് പോകണമല്ലേ, അപ്പോൾ അവൾക്ക് പനിയോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് അവൾക്ക് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ച് കൊടുത്തില്ല ഗൈസ്, അവളെ പറ്റിച്ചു. അങ്ങനെ നമ്മൾ മെയിൻ ഹൈവേ റോഡിൽ കയറിയിട്ട് ഫ്ലൈ ഓവർ റൂട്ടാണ് കേട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കുതിരാൻ തുരങ്കം അടുക്കാറായി. അപ്പോൾ പോകുന്ന വഴിക്ക് ചേട്ടൻ ഓരോ ദിവസം വരുമ്പോൾ ഉള്ള ഓരോ കാര്യങ്ങളും വണ്ടി നിർത്തി ഉറങ്ങുന്ന സ്ഥലവും ചായ കുടിക്കുന്ന സ്ഥലവും അങ്ങനെയൊക്കെ അവളുമാരെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിന്. അപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ അടുത്തത് കുതിരാൻ തുരങ്കം എത്തുന്നത് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ കുതിരാൻ തുരങ്കത്തിൻ്റെ അവിടത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറഞ്ഞൊക്കെ സിനിമയിൽ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ നമ്മളതേ നമ്മുടെ തുരങ്കത്തിനകത്തോട്ട് കയറുകയാണ്. കുതിരാൻ മലയെ തുളച്ച് കീറിക്കൊണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ് ഗൈസ്. ഈ മലയുടെ അങ്ങേ വശത്തേക്ക് എത്തുകയാണ്. അപ്പം ഇങ്ങനെ അങ്ങോട്ടേക്ക് പോയി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിന് മുന്നേ നമ്മൾ കുതിരാൻ തുരങ്കത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പളനിക്ക് പോയപ്പോഴും അല്ലാണ്ട് വേറെ എവിടെയാണ് നമ്മൾ മൂകാംബിക ട്രിപ്പിൽ പോയപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു സ്ഥലം വീണ്ടും വീണ്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക്, എൻ്റെ ഫ്രണ്ട്സിനത് പുതിയ അനുഭവമാണ്, എൻ്റെ ഫ്രണ്ടിന് അതൊരു പുതിയ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകാമെന്നൊക്കെ വെച്ചത്. അപ്പോൾ ഇതുവഴി ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പഴയ കുതിരാൻ റോഡ്, പണ്ടത്തെ റോഡ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ മെയിൻ ഹൈവേ ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ ചെറിയ ആ പോക്കറ്റ് റോഡ്, ഇപ്പോഴത്തെ പോക്കറ്റ് റോഡെന്ന് പറയാം, ആ ഒരു വഴിയിലൂടെ അധികം ആൾക്കാർ ചെല്ലാതിരിക്കുകയും അതുപോലെ തന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, കുതിരാൻ ക്ഷേത്രം എന്ന് വളരെ ഫേമസ് ആയ ഒരു ക്ഷേത്രമാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ പണ്ടത്തെ പോലെ ഇവിടെ ഉള്ള ആളുകൾ പോകുന്നുണ്ടാവുള്ളൂ, പുറത്തുനിന്നുള്ളവർ നേർച്ചയിടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പം എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ആ ഒരു വഴിക്ക് പോകണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു മെയിൻ ഹൈവേ റോഡിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ആ ഒരു റോഡ് കാണാൻ സാധിക്കും. ആ പഴയ റോഡ് അതായത് കണ്ടോ, ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പഴയ റോഡിൻ്റെ ആ ഒരു വശമാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ മെയിൻ റോഡുമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നതുണ്ട്. ഇത്രയും ചെറിയ വഴിയായിരുന്നു കുതിരാനിലെ പണ്ടത്തെ റോഡ്. ഈ റോഡ് വഴി നമുക്ക് ഇതുവഴി റിവേഴ്സ് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ഷേത്രമൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം കട്ടറൊക്കെയുള്ള വഴികളും ഉണ്ടായിരുന്നു. ഈ നെൽപ്പാടങ്ങൾ എല്ലാം വെള്ളമൊക്കെ കയറ്റിയിട്ടിരിക്കുന്നു. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറേ അധികം തെങ്ങുകൾ കാണാം. അപ്പോൾ ഈ തെങ്ങുകളിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയാനെടി, നീ ഫോൺ എടുത്ത് വീഡിയോ എടുക്കും, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ കേരളത്തിൻ്റെ ആ ഒരു ഫീലിംഗ് ആണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്തോറും കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയൊക്കെ കണ്ടു. നമുക്ക് ആ വഴിക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നെൽപ്പാടത്തിൻ്റെ സെൻറ്ററിൽ കുറേ ചെണ്ടുമല്ലി എന്നല്ലേ പറയാം, അങ്ങനത്തെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിടത്ത് വണ്ടി നിർത്തി വാവച്ചിക്ക് നെൽക്കതിരൊക്കെ കാണിച്ചു കൊടുത്തു. നമുക്ക് ഇതൊന്നും ഫീൽ ചെയ്യാനോ ഒന്നും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ അധികം സൗകര്യങ്ങളില്ലല്ലോ, അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു റോഡിലൂടെ കയറി സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. പിന്നീടാണ് ആ ട്രാജഡികൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കിയത്. അങ്ങോട്ട് പോകുന്തോറും അവധിയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. എന്നാലും വാവച്ചീനെ ഇന്ന് അവിടുത്തെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ കൊണ്ട് കാണിക്കണം എന്നൊക്കെയുള്ള ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്.
ഓപ്പോസിറ്റ് വന്ന വണ്ടിക്കാരൊക്കെ പകുതി എത്തിയിട്ട് തിരിച്ചു പോരുന്നവരായിരുന്നു. അത് നമുക്കറിയത്തില്ലായിരുന്നു. എന്നിട്ട് നമ്മളൊരു ബ്ലോക്കിൽ കയറിയപ്പോൾ നമ്മുടെ അടുത്തൊരു ചേട്ടൻ പറഞ്ഞു, വെറുതെ അങ്ങോട്ട് പോയി നിങ്ങൾ മെനക്കെടണ്ട, തിരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഉടക്കണ്ട എന്ന് കരുതിയിട്ട് ചേട്ടൻ ഫ്രണ്ടിലോട്ട് പോയി. ഫ്രണ്ടിലേക്ക് പോയിട്ട് പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ഉള്ള വീട്ടിലെ കുട്ടികൾ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ആയിട്ട് റോഡിൽ കച്ചവടത്തിന് നിൽപ്പുണ്ടായിരുന്നേ. ഇതേ ആ ദൂരെ കാണുന്ന വെള്ളച്ചാട്ടം കണ്ടോ, അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. കുറച്ചധികം ദൂരം ഇനിയും പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കട്ടർ പിടിച്ചൊരു വഴി കൂടെയൊക്കെ നമ്മൾ പോയി ഒരു പാടത്തിൻ്റെ അവിടത്തേക്കാണ് ഇനി നമ്മൾ എത്തുക. അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ താമരപ്പാടം ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഒരു ഫ്ലവർ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ൻ്റെ ഒരു ഫെസ്റ്റ്. അപ്പം ഈ സൈഡിലൊക്കെ കാണുന്ന കുട്ടികൾ ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്, വിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ വണ്ടി കാണുമ്പോഴത്തേക്ക് വരുന്നതാണ്. അതിൽ മാങ്ങ ഉണ്ടാവും, കുക്കുംബർ ഉണ്ടാവും. ഇതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിനൊക്കെ അവർ 20 രൂപ 10 രൂപ അങ്ങനെ റേഞ്ചിൽ വിലയും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഉണ്ടമുളക്, അങ്ങനെ വെറൈറ്റി വെള്ളമുളക്, അങ്ങനെയൊക്കെ ആളുകൾ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു പാടത്തിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, പൂക്കളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു സൈഡ് ഫുൾ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് കാണിച്ചു തരാം. ഇത് ഈ ഒരു ആൾക്കാരെ ദൂരത്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഫ്ലവർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടേക്ക് ഇറങ്ങണമെങ്കിലും അവിടെ നല്ല തിരക്കാണ്, പിന്നെ അവിടെ പാസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വെറുതെ ഇനി അവിടെ നിന്ന് സമയം കളഞ്ഞാൽ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വീണ്ടും വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് വീണ്ടും മുമ്പോട്ട് തന്നെ പോയി. പോകുന്ന വഴിക്കൊക്കെ നല്ല അസാധ്യമായിട്ട് നെൽപ്പാടങ്ങൾ കാണാൻ പറ്റും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ പാടത്തിൻ്റെ നടുവിലൂടെ നടക്കണമെന്ന്. അങ്ങനെ മുമ്പോട്ട് എത്തിയപ്പോഴാണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് കയറുന്നതിൻ്റെ ആ ഭാഗം തൊട്ട് ഫുൾ ബ്ലോക്കാണ്. അങ്ങനെ നമ്മൾ അവിടത്തേക്കുള്ള യാത്ര വേണ്ടെന്ന് വെച്ചു. കാരണം നമ്മൾ അവിടെ സ്റ്റക്കായാൽ നമ്മൾ പളനിയിലെത്താനുള്ള ടൈം വൈകും. അപ്പോൾ നമ്മുടെ ആ ഒരു പ്ലാനിങ് ഫുൾ പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പാലക്കാട് ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് മാത്രമായിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. എന്നിട്ടും അപ്പം തന്നെ നമ്മൾ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കേണ്ട ആ ഒരു ടൈമിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 മണി എന്തോ അടുക്കാറായിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു ഫ്രെയിമായിരുന്നു ആ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴികളും ആ ഒരു പാലക്കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളും. ഇതൊന്നും പറ്റിയില്ലല്ലോ, പോട്ടെ ഇനി അടുത്ത ട്രിപ്പ് പാലക്കാട് മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ, കൊല്ലംകോടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരാം എന്നുള്ള ഒരു ധാരണയിൽ ഞങ്ങൾ അവിടുന്ന് പോന്നു. അപ്പോൾ ആ ദൂരെ കാണുന്നത് പളനി മലയാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒന്ന് കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തിയാൽ മതി ഇനി. അപ്പം ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് സെക്കൻഡ് പാർട്ട് ഇടാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതാണെന്ന്. അപ്പോൾ ദേ ഈ കാണുന്ന പളനി മലയിലേക്ക് ഇനി നമുക്ക് എത്തണം. അപ്പോൾ നേരത്തെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിൽ ഏത് ഹോട്ടലിലാണ് നമ്മൾ റൂം എടുക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ആ പറഞ്ഞ നമ്മുടെ വിചാരിച്ചിരുന്ന അതേ ഹോട്ടലിൽ തന്നെ നമ്മൾ റൂം എടുത്തു. ഒരു ഡബിൾ കോട്ട് പ്ലസ് ഒരു സിംഗിൾ കോട്ട്. നമ്മൾ ഇത്രയും പേർ കൂടെ നമ്മൾ ഒരു റൂമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രഷപ്പായി. ആ സമയത്തൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ മറന്നുപോയി ഗൈസ്. പിന്നെ ഇത് ക്ഷേത്രത്തിൻ്റെ ടോപ്പിൽ നിന്നുള്ള ഒരു ഹിൽ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. താഴെ ഫുള്ള് റോഡും വെട്ടവും വീടുകളും വണ്ടികളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ രാത്രിയിൽ ആ ഒരു സ്ഥലം ഫുള്ള് എക്സ്പ്ലോർ ചെയ്തു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ കൊടൈക്കനാൽ പോവുകയാണ്. പോകുന്ന തുടക്കമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൊടൈക്കനാൽ വീഡിയോ ഞാൻ വേറൊരു ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൊടൈക്കനാൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായത് നമ്മുടെ ഈ ട്രാവലിംഗ് സീരീസിൻ്റെ 3rd പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്.